ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ ഗൈഡൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ്, ഈ വീഡിയോ മാത്രമല്ല എൻ്റെ മറ്റുള്ള വീഡിയോസ് കാണുന്ന സമയത്തും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് നോക്കുക. അതിനുശേഷം ആവശ്യമുള്ള മെസ്സേജസ് മാത്രം നിങ്ങളുടെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ജീവിതത്തിലോട്ട് പകർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനാണ് മെയിനായിട്ട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓപ്ഷൻസ് എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഈ പ്രാവശ്യം ഓൾറെഡി നിങ്ങളുടെ കാർഡ്സ് എല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലോട്ട് കിടക്കാം. ഫസ്റ്റ് വന്നിട്ട് ഇവിടെ മാസ്റ്റർ ജീസസ് ആണ്, ഫോർഗീവ്നെസ്. Queen of Pentacles, the Devil, Five of Wands, Six of Pentacles, and Judgment. നിങ്ങൾക്ക് ജീസസിൻ്റെ കാർഡ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. കുറച്ചൊരു ഷെയ്ഡ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആ ഗ്ലെയർ മാറുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് മാസ്റ്റർ ജീസസ് ആണ്, ഫോർഗീവ്നെസ്സിൻ്റെ എനർജി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൽ കുറച്ചും കൂടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ആ ഒരു ലവ്, ലൈറ്റ്, ആ പീസിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കാരണം ഇവിടെ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം വന്നിട്ട് ഇത് പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് മദർ ഫിഗറായിട്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി, ആ ഒരു ഫെമിനിൻ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അവിടെ കുറേ കൂടെ ഫോർഗീവ്നെസ് കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട്, നിങ്ങളുടെ ഹെൽത്തിന് കുറച്ചും കൂടെ, മെൻ്റൽ സ്ട്രെസ്സിനൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഹീലിംഗ് ലഭിക്കുന്നതാണ്. കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ ഫോർഗീവ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നന്മ കിട്ടുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനം, ആങ്സൈറ്റി, ആ ഒരു ഡിപ്രഷനിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ, ഇൻ കേസ് നിങ്ങളിത് ഫോർഗീവ്നെസ് ചെയ്യുന്നില്ല, ആ ഒരു റിവെഞ്ച്, ആ ഒരു എൻവിയുടെ എനർജി അതിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഡെവിളിൻ്റെ എനർജി പോലെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ഡിനയലിൻ്റെ എനർജി, എല്ലാത്തിനോടും നോ പറയുന്ന എനർജി, അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കുറച്ചും കൂടെ എൻകറേജ് ചെയ്യുന്നതാണ്. അവിടെ ഒത്തിരി ഫ്രിക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അത് നിങ്ങളുടെ ആ ഒരു ഡേ തന്നെ ഫുള്ള് എന്താ പറയുക, ഓഫ് ആക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. കുറച്ച് പേർക്കിത് ഇന്നത്തെ ദിവസം മണി, ഫിനാൻസ് നിങ്ങൾ കൈകാര്യം ചെയ്യണതും കെയർഫുള്ളാകുക. നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, ഷെയർ ചെയ്യുന്നത്, കുറച്ച് പേർക്ക് ഇൻഫർമേഷൻ ആയിരിക്കാം, വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതൊന്ന് കെയർഫുള്ളാകാനായിട്ട് ശ്രമിക്കുക. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടുവരിക. നിങ്ങൾ പരസ്പരം ആ ഒരു ഈക്വൽ എനർജിയിലിരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുക. അതാണ് ഇന്നത്തെ ഗൈഡൻസ് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയിൽ നിന്ന് മാറിയിരുന്ന് കഴിയുമ്പോൾ, നിങ്ങളുടെ വേർഡ്സ്, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ആക്ഷൻസ്, നിങ്ങളുടെ പ്രവൃത്തികൾ, ആ ഒരു ബാലൻസിലിരുന്ന് കഴിയുമ്പോൾ എന്ത് ബ്ലെസ്സിങ് ആണ് ഈ ഒരു സമയത്ത് വരുന്നതെന്ന് നോക്കാം. താങ്ക് യു. കുറച്ച് പേരോട് പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷനും കുറച്ചുകൂടെ കെയർഫുള്ളാക്കുക. അത്യാവശ്യമുള്ള ആ ഒരു എനർജി മാത്രം ഷെയർ ചെയ്യുക. ഓക്കെ, ഫോൺ കോൾ ആണെങ്കിൽ പോലും അതിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾ തന്നെ ചിന്തിക്കുക.
ഇൻ കേസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പീസ്ഫുൾ രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത്? പീസാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ബൗണ്ടറി സ്ട്രോങ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളിൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ എനർജി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് റിസീവ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പുതിയ വിത്തിടുന്നതാണ്, പുതിയൊരു സീഡ് ഇടുന്നതാണ്. എൻ്റെ ലൈഫിൽ ഈ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഡിസിഷൻ എടുക്കുകയാണ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഫോർഗീവ്നെസ്സിൻ്റെ, ലവ് ലൈറ്റിൻ്റെ ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ ഒത്തിരി ഒരു എനർജി ഷിഫ്റ്റ് കൊണ്ടുവരുന്നതാണ്. കുറച്ചൊരു റെസ്റ്റ് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ എപ്പോഴും കംപ്ലീറ്റ് ടൈം അതിനെക്കുറിച്ചിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഇനി എന്താണ് സംഭവിക്കുന്നത്, അതിലെല്ലാം കുറച്ചും കൂടെ ഒരു റെസ്റ്റ് കൊടുക്കാനായിട്ട്, ഒരു പീസ്ഫുൾ എനർജിയിലിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ബാക്കിൽ വന്നിട്ട് സ്റ്റാറാണ്. എഗെയിൻ ബേർഡ്സ് ഇവിടെ എനിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഫർമേഷൻ എന്താണ് ഈ ഒരു സമയത്ത്? പൈൽ നമ്പർ 1. Today I am energetic. Today I am filled with an incredible energy and enthusiasm to face this beautiful day. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കേപ്പബിലിറ്റി, അതായത് എനിക്കെല്ലാം ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്, എനർജി ഉണ്ട്. ആ ഒരു എന്തൂസിയാസം, ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. കുറച്ച് പേരോട് പേടിച്ച് നിങ്ങൾ മാറിയിരിക്കാതിരിക്കാനായിട്ടും പറയുന്നുണ്ട്. എന്തെങ്കിലും പേടി, ഫിയർ, അതുകൊണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ, ഡ്രീംസിൻ്റെ പുറകെ പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിലും കുറച്ചും കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ വളർച്ചയിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു സമയത്തോട്ടുള്ള. ഞാൻ കാർഡ്സ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. വാവ്, നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ദ ഷെക്കീന, സീക്രട്ട് സെൽഫ്. അൺലീഷ് യുവർ സ്പിരിറ്റ്, express your gifts, dance to the sacred rhythm of life. ഒത്തിരി സ്പിരിച്വൽ നോളേജ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി സൈക്കിക് എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പവർഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജിയാണ് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഈ ഒരു ഷെക്കീനയുടെ എനർജി വന്നിട്ട് ഫിയർലെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പേടി കൂടാതെ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഗിഫ്റ്റ്സ്, ടാലൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഹെയർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, ഹെയറിന് സ്പെഷ്യൽ കെയർ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് വോൺസ്, ഞാൻ പറഞ്ഞില്ല, ഒത്തിരി പാഷൻ, ഒത്തിരി എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയ, ഓക്കെ, എന്തെങ്കിലുമൊക്കെ ന്യൂ ഇന്നോവേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇന്ന് നടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കവർ ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എഗെയിൻ കണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കിങ്ങിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു എനർജിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ഫേസിലോട്ട് കടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങളുടെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട്
കുറച്ചും കൂടെ നിങ്ങളുടെ വിഷൻസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേര് എന്തെങ്കിലും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, വിഷണറിയുടെ എനർജിയാണ് ഇത് വന്നിട്ട്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ദീർഘവീക്ഷണം നിങ്ങളെ ഒത്തിരി പ്രോഗ്രസീവായിട്ട് മാറ്റുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ലൈഫ് കുറച്ചും കൂടെ, ആ ഒരു ഫൗണ്ടേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. ദ എംപ്രസ്, Ace of Swords, Ace of Pentacles. ഓക്കെ, അതുപോലെ തന്നെ എംബ്രസിൻ്റെ എനർജിയിൽ വന്നിട്ട് ഈ ഒരു സെയിം എനർജി തന്നെയാണ്. ഒത്തിരി എന്താ പറയുക, ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, ഓക്കെ, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസിൽ വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് ഫാഷൻ ഡിസൈനിങ്, വളരെ ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അഗെയിൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സിൽ, നിങ്ങളുടെ ചിന്തകളിൽ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫോക്കസ് നഷ്ടമാകുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസ്, നിങ്ങൾക്ക് എന്തെങ്കിലും റോ രൂപത്തിലായിരിക്കാം ഐഡിയ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ടാകുക, അതിനെ കുറച്ചും കൂടെ നിങ്ങൾ ഫിൽട്ടർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് എന്തെല്ലാം തൻ്റെ ഉള്ളിലോട്ട് എടുക്കണം, എന്തെല്ലാം ഡിസ്കാർഡ് ചെയ്യണം, വേണ്ടെന്ന് വെക്കണം, അതിൽ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക, നിങ്ങളെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് വെക്കാനായിട്ടും ശ്രമിക്കുക. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. എഗെയിൻ ന്യൂ ബിഗിനിങ്, പുതിയ എനർജിയിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഷിഫ്റ്റ്, ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ആ ഒരു എനർജി ഷിഫ്റ്റ് കൊണ്ടുവരാം, ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം, അതിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം വന്നിട്ട് പുതിയ കാര്യങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, ഇനോഗ്രേഷൻ, ഓക്കെ, എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്യുക, അതിനെല്ലാം വേണ്ടിയിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ന്യൂ ബിഗിനിങ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്ത് ബ്ലെസ്സിങ് ആണുള്ളത് നോക്കാം. പായൽ നമ്പർ 2യുടെ ലൈഫിൽ എഗെയിൻ എംബ്രസ് ആണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ, ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പ്രോസ്പെറിറ്റി, ഒത്തിരി ഫെമിനിൻ, സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനിൻ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഫെർട്ടിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ടൈം പീരീഡാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് പ്രോജക്ട്സിൽ സക്സസ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഉറങ്ങണ സമയത്ത് ഡ്രീംസ് ത്രൂ എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അതും കുറച്ച് ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ്, എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഓക്കെ, സോറി കേട്ടോ, ഫോൺ ഞാൻ സൈലൻസിൽ വെക്കാനായിട്ട് മറന്നുപോയി. വീട്ടിൽ നിന്ന് വിളിച്ചതാണ് എന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എംബ്രസിൻ്റെ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ് പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫീമെയിൽ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് എനർജി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടും ഒരു ബെസ്റ്റ് ടൈമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും സന്തോഷം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലും ന്യൂസ്, ഫോൺ കോൾ ആയിരിക്കാം, എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കാം. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 2. Today I am in charge. Today I am in control of how I feel. Nobody can make me feel any other way than happy. നിങ്ങളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമ്മതിക്കാതിരിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ എനർജി ആയിരിക്കാം,
നിങ്ങളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാകാം, നെഗറ്റീവ് തോട്ട് പ്രോസസ്സിലോട്ട് പോകുന്നുണ്ടാകാം, ഇവിടെ ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിലോട്ട് പോകുന്നുണ്ടാകാം. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ആ ഇമോഷൻസിൻ്റെ കൺട്രോൾ നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കുക. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ തളർന്നു പോകാതിരിക്കുക, മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചെറിയ അപ്സെറ്റ് ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകാതിരിക്കുക. എന്ത് പ്രശ്നമാണെങ്കിലും അതും കടന്നു പോകും. ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.